മിഥുൻ്റെ ജീവനറ്റ ശരീരം ആ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ തന്നെ ഒത്തുകൂടിയതിൻ്റെ ആ ഒരു വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെയാണ് മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. വിലാപയാത്രയായി കൊണ്ടുവന്ന മൃതദേഹം കാണാൻ നൂറുകണക്കിന് മനുഷ്യരാണ് ആ റോഡിൻ്റെ ഇരുവശവും കാത്തു നിന്നത്. ഒരു നാടിന് ഈ കുഞ്ഞിനോടുള്ള ആ ഒരു വികാര വായ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു ആ ഒരു ദൃശ്യങ്ങൾ. വിദേശത്തായിരുന്ന അമ്മ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഈ രണ്ട് കുഞ്ഞുമക്കളെ വളർത്താൻ വിദേശത്ത് ജോലിക്ക് പോയിരുന്നതാണ് അമ്മ. ഇന്നലെ മിഥുൻ്റെ ആ വല്യമ്മ അതായിരുന്നു പറഞ്ഞ് നിലവിളിക്കുന്നത്. തന്നെ വളർത്താൻ ഏൽപ്പിച്ച മകൻ എന്തിയെ എന്ന് അമ്മ വന്ന് ചോദിക്കുമ്പോൾ താൻ എന്ത് പറയും എന്നായിരുന്നു ആ വല്യമ്മയുടെ വിലാപം. വളരെ മിടുക്കനായി പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവമായി കലാകാരൻ കൂടിയായിരുന്നു മിഥുൻ. സ്പോർട്സിലും അതുപോലെ തന്നെ ആർട്സിലുമെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന തിളങ്ങിയിരുന്ന വ്യക്തിയാണ്. ഷീജ ചേരുകയാണ്. ഷീജ, ശാസ്താംകോട്ടയിൽ നിന്ന് തേവലക്കര സ്കൂളിലേക്കുള്ള വിലാപയാത്ര അവസാനിച്ചു. സ്കൂളിലേക്ക് അവൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ. വിലാപയാത്ര ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ ഈ തേവലക്കര സ്കൂളിലേക്ക് എത്തിയത്. തേവലക്കര സ്കൂളിൽ അവൻ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസം വരെയും ഈ സ്കൂളിൽ രാവിലെ വലിയ ആവേശത്തോടെ സ്കൂളിൽ എത്തിയിരുന്ന മിഥുനാണ് ഇന്നിപ്പോൾ ചേതനയറ്റ നിലയിൽ സ്കൂളിലേക്ക് തൻ്റെ അവസാന യാത്ര നടത്തിയത്. ഇപ്പോൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. തൻ്റെ സഹപാഠികളെയും മിഥുൻ്റെ സഹപാഠികളും അതോടൊപ്പം തന്നെ അധ്യാപകരും നാട്ടുകാരും എല്ലാവരും വലിയ തോതിൽ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവസാനമായി മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്കൂളിൽ കുട്ടികൾ സ്കൂൾ കെട്ടിട തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ മൃതദേഹം അവൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് എത്തിച്ചിരിക്കുന്നു. നൂറുകണക്കിന് മനുഷ്യരാണ് അവസാനമായി മിഥുനെ കാണാൻ ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനി മിനഞ്ഞാന്നാണ് രാവിലെ ഷോക്കേറ്റ് മരിക്കുന്നത്. വിദേശത്തായിരുന്ന അമ്മ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് വേണ്ടിയാണ് 2 ദിവസം കാത്തിരുന്നത്. ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മ എത്തിച്ചേർന്നു. വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഈ അമ്മ. 10 മാസം നൊന്തുപെറ്റ മകൻ, അവനെ വളർത്താനായി വിദേശത്തേക്ക് പോയിരുന്ന ആ അമ്മ തിരികെ എത്തുമ്പോൾ കാണുന്നത് ജീവനറ്റ മകൻ്റെ മൃതദേഹമാണ്. ആ ഒരു വേദന താങ്ങാനുള്ള കരുത്തവർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മിഥുനെയും അവൻ്റെ അനുജനെയും നല്ല രീതിയിൽ വളർത്തുന്നതിന് വേണ്ടിയാണ് ഈ അമ്മ വിദേശത്തേക്ക് പോയി അവിടെ ജോലിക്ക് ശ്രമിച്ചത്, അവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ തൻ്റെ മൂത്ത മകൻ ഇല്ലാതായി എന്നുള്ള വാർത്ത അറിഞ്ഞാണ് ആ അമ്മ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത്.